നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നാം നിത്യവും കുടിക്കുന്ന വെള്ളം വെറുമൊരു ദാഹശമനി മാത്രമല്ലെന്ന്? അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന രീതി അനുസരിച്ച് അത് നമ്മുടെ ശരീരത്തിന് അമൃതായും ചിലപ്പോൾ വിഷമായും മാറിയേക്കാം എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. അതുകൊണ്ടുതന്നെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ എങ്ങനെ വെള്ളം കുടിക്കുന്നു എന്നതാണ്. പലരും വിചാരിക്കുന്നത് 8 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മാത്രം മതി, ആരോഗ്യം താനേ വരുമെന്നാണ്. എന്നാൽ തെറ്റായ രീതിയിൽ തെറ്റായ സമയത്ത് വെള്ളം കുടിക്കുന്നതുവഴി നിങ്ങൾ സ്വയം രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണെങ്കിലോ? സന്ധിവേദന, ദഹനക്കുറവ്, മൈഗ്രെയിൻ, എന്തിനമിതവണ്ണം പോലും തെറ്റായ രീതിയിലുള്ള വെള്ളം കുടിയിലൂടെ വരാം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പോലും അംഗീകരിക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഗൗതമബുദ്ധനും ആയുർവേദ ആചാര്യന്മാരും പറഞ്ഞുവെച്ച വെള്ളം കുടിയുടെ രഹസ്യങ്ങളാണ്. ഈ രീതിയിൽ വെള്ളം കുടിച്ചാൽ ഒരു രോഗവും നിങ്ങളുടെ ശരീരത്തെ തൊടില്ല. ഇതൊരു സാധാരണ ആരോഗ്യ വീഡിയോ അല്ല, ഇതൊരു തിരിച്ചറിവാണ്. നമ്മുടെ ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങൾ എങ്ങനെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നതിലേക്കുള്ള യാത്ര. നമ്മുടെ ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് നമുക്കൊന്നിനും സമയമില്ല. ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, എന്തിനു വെള്ളം കുടിക്കാൻ പോലും നമുക്ക് ക്ഷമയില്ല. മിക്കവാറും ആളുകൾ വെള്ളം കുടിക്കുന്നത് എപ്പോഴാണ്? തൊണ്ട വല്ലാതെ വരണ്ടുപോകുമ്പോൾ മാത്രം. അതുമെങ്ങനെ? ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് നിന്നുകൊണ്ട് ഒറ്റ വലിക്കങ്ങ് കുടിക്കും. ഗഡഗഡ എന്ന് വെള്ളം വയറ്റിലേക്ക് വീഴുന്ന ശബ്ദം പോലും കേൾക്കാം. ഇത് നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് എത്ര പേർക്കറിയാം? മൃഗങ്ങളെയും പക്ഷികളെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നായയോ പൂച്ചയോ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവ നാവുകൊണ്ട് നക്കി സാവധാനമാണ് വെള്ളം കുടിക്കുന്നത്. പ്രകൃതിയിലെ ഒരു ജീവിയും മനുഷ്യനൊഴികെ വെള്ളം ആസ്വദിക്കാതെ കുടിക്കുന്നില്ല. പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് രോഗങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. ആയുർവേദത്തിൽ ഒരു ചൊല്ലുണ്ട്, ഭക്ഷണം വെള്ളം പോലെ കുടിക്കുക, വെള്ളം ഭക്ഷണം പോലെ കഴിക്കുക. ഇതിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഖരരൂപത്തിലുള്ള ഭക്ഷണം വായിലിട്ട് ചവച്ചരച്ച് അത് ദ്രാവകരൂപത്തിലാക്കി കുടിച്ചിറക്കണം. അതുപോലെ വെള്ളം വായിൽ വെച്ച് ഉമിനീരുമായി കലർത്തി ഭക്ഷണം കഴിക്കുന്നതുപോലെ സാവധാനമിറക്കണം. എന്നാൽ നമ്മളിൽ 99% ആളുകളും ഇത് പാലിക്കാറില്ല. നമ്മുടെ വയറ്റിലെ പല അസ്വസ്ഥതകൾക്കും ഗ്യാസ് ട്രബിളിനും അസിഡിറ്റിക്കും പ്രധാന കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ രീതിയാണ്. നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടാകാം, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം, വിറ്റാമിൻ ഗുളികകൾ കഴിക്കുന്നുണ്ടാകാം. പക്ഷേ വെള്ളം കുടിക്കുന്ന രീതി തെറ്റാണെങ്കിൽ ഇതെല്ലാം വെറുതെയാകും. ഈ വീഡിയോ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന 5 സുപ്രധാന നിയമങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അറിവുകൾ നിങ്ങളിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഈ നല്ല അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടക്കാം. ഒരു ബുദ്ധ സന്യാസിയുടെ കഥയിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരിക്കൽ രോഗിയായ ഒരാൾ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഗുരു, ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നു, ലഹരി ഉപയോഗിക്കാറില്ല, എന്നിട്ടും എനിക്ക് എപ്പോഴും ക്ഷീണമാണ്, വയറ്റിൽ അസ്വസ്ഥതയാണ്, സന്ധികൾ വേദനിക്കുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ രോഗത്തിന്റെ കാരണം നീ കഴിക്കുന്ന ഭക്ഷണമല്ല, നീ കുടിക്കുന്ന വെള്ളമാണ്. അദ്ദേഹം ആ മനുഷ്യന് വെള്ളം കുടിക്കേണ്ട 5 നിയമങ്ങൾ ഉപദേശിച്ചുകൊടുത്തു. ആ നിയമങ്ങളിതാണ്. നിയമം 1, വെള്ളം ഒരിക്കലും നിന്നുകൊണ്ട് കുടിക്കരുത്. ഇത് പറയുമ്പോൾ പലരും ചിരിച്ചേക്കാം. നിന്ന് കുടിച്ചാലും ഇരുന്ന് കുടിച്ചാലും വെള്ളം വയറ്റിലേക്കല്ലേ പോകുന്നത് എന്ന്. എന്നാൽ ശാസ്ത്രം വേറൊന്നാണ് പറയുന്നത്. നിങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം നേരിട്ട് വലിയ വേഗതയിൽ അന്നനാളം വഴി ആമാശയത്തിലേക്ക് പതിക്കുന്നു. ഈ അടിയുടെ ആഘാതം ആമാശയത്തിന്റെ ഭിത്തികൾക്കും അതിന് താഴെയുള്ള അവയവങ്ങൾക്കും കേടുപാടുകൾ വരുത്തുന്നു. ഇത് ദഹനപ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനമായി, നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം വൃക്കകളിലൂടെ ശരിയായി അരിക്കപ്പെടാതെ നേരിട്ട് ബ്ലാഡറിലേക്ക് പോകുന്നു. ഇത് രക്തത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. കാലക്രമേണ ഇത് വൃക്കരോഗങ്ങളിലേക്കും മൂത്രനാളിയിലെ അണുബാധയിലേക്കും നയിക്കാം. അതുമാത്രമല്ല, നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലിതാവസ്ഥ തെറ്റുകയും ഇത് സന്ധികളിൽ ദ്രാവകം അടിഞ്ഞുകൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് പിൽക്കാലത്ത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതമായി മാറുന്നത്. അതിനാൽ എപ്പോഴും സുഖമായി ഇരുന്നുകൊണ്ട് റിലാക്സ് ചെയ്ത് മാത്രം വെള്ളം കുടിക്കുക. നിയമം 2, വെള്ളം സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ഗഡഗഡ എന്ന് കുടിക്കരുത്. ചായയോ കാപ്പിയോ കുടിക്കുന്നതുപോലെ ഓരോ ഇറക്കവും ആസ്വദിച്ചു കുടിക്കണം. ഇതിന് പിന്നിൽ വളരെ ശക്തമായൊരു ശാസ്ത്രമുണ്ട്. നമ്മുടെ വയറിലെ അന്തരീക്ഷം അസിഡിക്കാണ്. ദഹനത്തിനു വേണ്ടിയാണ് ഈ ആസിഡ്. എന്നാൽ നമ്മുടെ വായിലെ ഉമിനീർ ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ്. നമ്മൾ സാവധാനം വെള്ളം കുടിക്കുമ്പോൾ ഓരോ തുള്ളി വെള്ളവും ഉമിനീരുമായി കലരുന്നു. ഈ ആൽക്കലൈനായ ഉമിനീർ വയറ്റിലെത്തുമ്പോൾ അത് വയറ്റിലെ ആസിഡിനെ നിർവീര്യമാക്കുന്നു. ഇത് വയറ്റിലെ P.H അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുന്നു. നിങ്ങൾ വേഗത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ഉമിനീർ വെള്ളത്തിൽ കലരുന്നില്ല. ഫലമോ? വയറ്റിൽ അസിഡിറ്റി കൂടുന്നു. ഇത് ഗ്യാസ്, നെഞ്ചിരിച്ചിൽ, ദഹനക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. മാത്രമല്ല, ശരീരം അമിതമായി അസിഡിക്കാകുമ്പോഴാണ് കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാവുകയും ചെയ്യുന്നത്. അതിനാൽ ഓർക്കുക, സാവധാനം കുടിക്കുക, ആരോഗ്യം നേടുക. നിയമം 3,
ഐസ് വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിവാക്കുക. കഠിനമായ വെയിലത്തുനിന്ന് വരുമ്പോൾ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കുന്നത് വലിയൊരു ആശ്വാസമാണല്ലേ? എന്നാൽ ആയുർവേദ പ്രകാരം ഇത് വിഷം കുടിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക താപനില ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിലേക്ക് പെട്ടെന്ന് 5-10 ഡിഗ്രിയുള്ള ഐസ് വെള്ളം ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരം ഞെട്ടുന്നു, വയറ്റിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു, ദഹനത്തിന് സഹായിക്കുന്ന അഗ്നി കെട്ടുപോകുന്നു. തണുത്ത വെള്ളം വയറ്റിലെത്തുമ്പോൾ അതിനെ ശരീരത്തിന്റെ താപനിലയിലേക്ക് ഉയർത്താൻ ശരീരം ഒത്തിരി ഊർജ്ജം ചെലവഴിക്കേണ്ടിവരുന്നു. ദഹനത്തിന് ഉപയോഗിക്കേണ്ട ഊർജ്ജമാണ് ഇതിനായി പാഴാകുന്നത്. ഫലമായി ദഹനം നടക്കില്ല, ഭക്ഷണം വയറ്റിൽ കിടന്ന് അഴുകാൻ തുടങ്ങും. ഇത് ആമം അഥവാ വിഷാംശം രൂപപ്പെടുന്നതിനും അമിതവണ്ണത്തിനും കാരണമാകുന്നു. കൂടാതെ തണുത്ത വെള്ളം തൊണ്ടയിലെ രോഗങ്ങൾക്കും ഹൃദയമിടിപ്പ് കുറയാനും കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് എപ്പോഴും മുറിയിലെ താപനിലയിലുള്ള വെള്ളമോ അല്ലെങ്കിൽ ചെറുചൂടുള്ള വെള്ളമോ കുടിക്കുക. ചെറുചൂടുള്ള വെള്ളം കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ധമനികൾ ശുദ്ധിയാക്കാനും സഹായിക്കും. നിയമം 4. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്. ഇത് നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന തെറ്റാണ്. ചോറ് കഴിക്കുന്നതിനിടയിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. ഭക്ഷണം കഴിഞ്ഞയുടനെ ഒരു വലിയ ഗ്ലാസ് വെള്ളം കൂടി കുടിക്കും. ഇത് ആത്മഹത്യാപരമാണ്. ആയുർവേദം പറയുന്നത് ഭക്ഷണത്തിന് തൊട്ടുമുമ്പ് വെള്ളം കുടിക്കുന്നത് ശരീരത്തെ മെലിയിക്കും, ഭക്ഷണത്തിന് തൊട്ടുപിന്നാലെ വെള്ളം കുടിക്കുന്നത് അമിതവണ്ണമുണ്ടാക്കും, ഭക്ഷണത്തിനിടയിൽ അല്പം വെള്ളം കുടിക്കുന്നത് അമൃതാണ് എന്നാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വയറ്റിൽ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ആ സമയത്ത് ധാരാളം വെള്ളം കുടിച്ചാൽ ഈ ദഹനരസങ്ങൾ നേർത്തുപോകും. അതോടെ ദഹനം മന്ദഗതിയിലാകും. ഭക്ഷണം ദഹിക്കുന്നതിന് പകരം അത് വയറ്റിൽ കിടന്ന് പുളിക്കാൻ തുടങ്ങും. ഇത് ഗ്യാസ്, വയറുവേദന എന്നിവയുണ്ടാക്കും. ഭക്ഷണം കഴിഞ്ഞ് ഏകദേശം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ കഴിഞ്ഞ ശേഷം മാത്രം വെള്ളം കുടിക്കുക. ദാഹം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭക്ഷണത്തിനിടയിൽ 1-2 സിപ്പ് മാത്രം കുടിക്കാം. അതും തൊണ്ട നനയ്ക്കാൻ മാത്രം. നിയമം 5. രാവിലെ എഴുന്നേറ്റയുടനെ വെള്ളം കുടിക്കുക. ജപ്പാനിലെയും ചൈനയിലെയും ആളുകൾ 100 വയസ്സുവരെ ജീവിക്കുന്നതിന്റെ ഒരു രഹസ്യമിതാണ്. രാവിലെ എഴുന്നേറ്റയുടനെ പല്ല് തേക്കുന്നതിനു മുമ്പ് തന്നെ 1 അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതിനെ ഉഷപ്പാനം എന്നു വിളിക്കുന്നു. രാത്രി മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മുടെ വായിൽ ധാരാളം ഉമിനീർ അടിഞ്ഞുകൂടുന്നു. ഇത് വളരെ ഔഷധഗുണമുള്ളതാണ്. രാവിലെ വെള്ളം കുടിക്കുമ്പോൾ ഈ ഉമിനീർ വയറ്റിലെത്തുന്നു. കൂടാതെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കുടലുകളെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ഇത് മലബന്ധം ഇല്ലാതാക്കുന്നു. ഏറ്റവും പ്രധാനമായി ഇത് രക്തത്തെ ശുദ്ധീകരിക്കുകയും പുതിയ രക്തകോശങ്ങളുടെ ഉൽപ്പാദനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിക്കാൻ ഇത് വളരെ നല്ലതാണ്. രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ടോക്സിനുകളെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഈ 5 നിയമങ്ങൾ കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം. എന്നാൽ ഇതിനു പിന്നിൽ വലിയൊരു തത്വമുണ്ട്: ശ്രദ്ധ. ബുദ്ധൻ എപ്പോഴും പറഞ്ഞിരുന്നത് എന്തു ചെയ്യുമ്പോഴും അത് പൂർണ്ണമായ ശ്രദ്ധയോടെ ചെയ്യാനാണ്. വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് ജീവൻ നൽകുന്ന ഒരു ഊർജ്ജമായി കാണുക. വെള്ളത്തിന് ഓർമ്മശക്തിയുണ്ടെന്ന് പുതിയ ശാസ്ത്രപഠനങ്ങൾ പറയുന്നു. ഡോക്ടർ മസാരു എമോട്ടോയുടെ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് നമ്മൾ നല്ല ചിന്തകളോടെ വെള്ളത്തെ സമീപിച്ചാൽ അതിന്റെ തന്മാത്രാ ഘടന മാറുമെന്നാണ്. ദേഷ്യത്തോടെയോ വിഷമത്തോടെയോ വെള്ളം കുടിക്കരുത്. ശാന്തമായി സന്തോഷത്തോടെ ഈ വെള്ളം എനിക്ക് ആരോഗ്യം നൽകുന്നു എന്ന ചിന്തയോടെ കുടിക്കുക. അത് തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നതെന്താണോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പഞ്ചസാര ചേർത്ത പാനീയങ്ങളും സോഡകളും കുടിച്ച് നാം നമ്മുടെ ക്ഷേത്രത്തെ മലിനമാക്കരുത്. പ്രകൃതി നൽകിയ ഏറ്റവും വലിയ ഔഷധമായ ശുദ്ധജലം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഡോക്ടർമാരെയും മരുന്നുകളെയും നമുക്ക് അകറ്റി നിർത്താം. നിങ്ങൾ നാളെ മുതൽ ഈ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണോ? ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. നിന്ന് കുടിക്കാൻ തോന്നും, തണുത്ത വെള്ളം കുടിക്കാൻ തോന്നും. പക്ഷെ ഓർക്കുക, ശീലങ്ങളാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. 21 ദിവസം നിങ്ങൾ ഈ രീതിയിൽ വെള്ളം കുടിച്ചാൽ പിന്നെ നിങ്ങളുടെ ശരീരം തന്നെ പഴയ തെറ്റായ രീതികളെ നിരസിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം അനുഭവപ്പെടും, ഉറക്കം മെച്ചപ്പെടും, ചർമ്മം തിളങ്ങും, അകാരണമായ ക്ഷീണം മാറും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് നിയമമാണ് നിങ്ങൾക്ക് ഏറ്റവും പുതുമയായി തോന്നിയത്? അല്ലെങ്കിൽ ഏത് തെറ്റായ ശീലമാണ് നിങ്ങൾ ഇന്നു മുതൽ മാറ്റാൻ പോകുന്നത്? ഞാൻ ഇന്നു മുതൽ ആരോഗ്യകരമായി വെള്ളം കുടിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാൻ ആരോഗ്യകരമായി വെള്ളം കുടിക്കും എന്ന് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ആ തീരുമാനം അവിടെ കുറിച്ചിടൂ. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം എന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു യാത്രയാണ്. ആ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമാണ് വെള്ളം. ജലം ജീവാമൃതം എന്ന് പറയുന്നത് വെറുതെയല്ല. അത് ജീവൻ നിലനിർത്താൻ മാത്രമല്ല, ജീവൻ അതിന്റെ പൂർണ്ണതയിൽ ആഘോഷിക്കാനും സഹായിക്കുന്നു. ഇന്ന് നാം ചർച്ച ചെയ്തത് കേവലം വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ്. ബുദ്ധൻ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, വ്യത്യാസം അനുഭവിച്ചറിയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നല്ല ആരോഗ്യം എല്ലാവരുടെയും അവകാശമാണ്. നന്ദി, നമസ്കാരം.